ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻറ്റ്സ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ് നമ്മൾ പോയിട്ടുള്ളത്. അതായത് ദുബായ് അൽക്കവനീജിലുള്ള ലാസ്റ്റ് എക്സിറ്റിലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫാമിലിക്കൊക്കെ ഈവനിംഗ് ഒക്കെ വന്ന് ഔട്ടിങ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. ഒരുപാട് എന്താ പറയുക, പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റിയ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നടന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറേ എന്താ പറയുക, പാർക്കിങ്ങിൽ നിന്ന് നമുക്ക് പോകുമ്പോൾ തന്നെ കുറേ ഇങ്ങനെ ഗാർഡൻ പോലെയും സംഭവങ്ങൾ ഇരിക്കാനുള്ളതും പിന്നെ കുറേ ഫുഡ് ട്രക്സൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി ഒരു 4 മണി 4:30 എത്തിയപ്പോഴാണ് കാഴ്ചയാണ്. അധികം ആളുകളോ തിരക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു പാർക്ക് പോലെ ഇരിക്കാനുള്ള കുറേ ഇരിപ്പിടങ്ങളും മരങ്ങളും പച്ചപ്പൊക്കെ ആയിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ആക്ച്വലി ഇത് രാത്രി ആയി കഴിഞ്ഞാലാണ് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയുണ്ടാവുക. പക്ഷേ നമുക്ക് ഈ തടാകവും ഇവിടുത്തെ ഈ പച്ചപ്പും ഇതൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ പകൽ തന്നെ വരണം. ആക്ച്വലി ഇതിപ്പോൾ അവിടെ നല്ല ചൂടാണല്ലോ, പിന്നെ UAE ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ 4 മണിന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഏരിയ, അതായത് പുറത്തുള്ള സ്ഥലങ്ങളിലൊന്നും അധികം ആളുകൾ ഉണ്ടാവില്ല. മോസ്റ്റ്ലി എല്ലാവരും മാളിലാവും. പിന്നെ വൈകുന്നേരം ഒരു 6 മണി 7 മണിയൊക്കെ ആയാലാണ് ഇവിടെയൊക്കെ തിരക്ക് വരിക. എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ഔട്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കണ്ടെയ്നർ ടൈപ്പ് റെസ്റ്റോറൻറ്റ്സാണ് ഇവിടെ ഉള്ളത്. കഫേസും സൂഷി, അങ്ങനെ പലതരം ഫുഡുകളും കാര്യങ്ങളുടെ ഒക്കെ കുറേ ഉണ്ട്. കുറച്ച് വാസ്റ്റ് ഏരിയയാണിത്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാലും വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാലും ഭയങ്കര സൂപ്പറാണ്, അടിപൊളിയാണ് കാണാൻ. അത്ര നന്നായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് നമുക്കിവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് യൂറോപ്പ്. ഒരു യൂറോപ്പിൽ പോയി ചെന്ന് പെട്ട ആ പ്രകൃതിയുടെ ആ ഭംഗിയൊക്കെ ഉണ്ടല്ലോ, ആ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ കുറേ മോഡൽ പോലെ കുറേ പഴയ ആൻറ്റിക്സ് ടൈപ്സ് സാധനങ്ങളും വണ്ടികളും വണ്ടിയുടെ ചക്രങ്ങളും അങ്ങനെ കുറേ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിക്കാനുള്ള ഇരിപ്പിടമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ്. പിന്നെ സൈഡിൽ കിഡ്സിന് ചെറുതായിട്ട് കളിക്കാനുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിങ്ങിന് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഇഷ്ടം പോലെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം എന്താവും അവസ്ഥ എന്നറിയില്ല. ചെറിയൊരു ഉന്തുവണ്ടി പോലത്തെ പണ്ടത്തെ മോഡൽ കുറേ കാര്യങ്ങൾ ഇവിടെ ആ പാർക്കിലൊക്കെ പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഉന്തുവണ്ടി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുറേ പ്രതിമകൾ, കുറേ അനിമൽസിൻ്റെ പ്രതിമകൾ, അതൊക്കെ നല്ല ഭംഗി. കുട്ടികൾക്ക് എന്തായാലും നല്ല ഇഷ്ടം. ആക്ച്വലി ഇവിടെ തണുപ്പത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമൊക്കെ ഉണ്ടാവും കേട്ടോ. അതായത് ലൊക്കേഷൻ എന്ന് പറയുന്നത് കവനീജിലോട്ട് വരും. അവിടെ ലാസ്റ്റ് എക്സിറ്റ് മിറാക്കിൾ ഗാർഡനൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. പിന്നെ ഇവിടെ ഒരു കിണർ ഇരിക്കുന്നുണ്ട്. അതായത് കിണർ ജസ്റ്റ് ഒരു ചെറിയ മോഡലിൽ കിണർ ഉണ്ടാക്കി തൊട്ടിയും കയറൊക്കെ ഉണ്ട്. വിഷിംഗ് വെൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. വിഷിംഗ് വെല്ലാണ് അതിൻ്റെ പേര്. ഓക്കെ, അതെന്തായാലും സൂപ്പറായിട്ടുണ്ട്. ചെറിയ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ആഴമൊന്നുമില്ല, പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഉണ്ടാക്കാറുണ്ട് ഉള്ളിൽ. രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറാവും. അപ്പം ഞാൻ എന്തെങ്കിലും വിചാരിച്ച് നെക്സ്റ്റ് വീക്ക് രാത്രി ഒന്ന് പോയി നോക്കണം അവിടെ എന്നുള്ളതാണ്. അവിടെ ഇരിക്കാനൊക്കെ ഇതിപ്പോൾ ചൂട് കാരണം വല്ലാതെ അവിടെ നമുക്ക് പുറത്തങ്ങനെ വല്ലാതെ കൊണ്ട് കറങ്ങാനൊന്നും പറ്റുന്നില്ല, അത്രയും ചൂടാണ്. പിന്നെ ഭയങ്കര ഭംഗി. എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് എവിടെ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ഭംഗിയുടെ. ഞാൻ പറയാം, പഴയ ഉന്തുവണ്ടിയുടെ ചക്രങ്ങളും പിന്നെ പഴയ വേറെ ട്രാക്ടർ പോലത്തെ വണ്ടികളുടെ സംഭവങ്ങളും ഒക്കെ പഴയ അവിടെ ഒരു മോഡലാക്കി വെച്ചിട്ടുണ്ട്. പെയിൻ്റൊക്കെ അടിച്ചിട്ട് സംഭവം സൂപ്പറാണ്. ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മോൾസിൽ കറങ്ങുന്നതിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടം പുറത്ത് ഇങ്ങനെ കറങ്ങുന്നതാണ്. പിന്നെ അവിടുത്തെ ബിൽഡിങ്സ് ഉണ്ടല്ലോ, ആ ബിൽഡിങ്സ് എങ്ങനെ ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പഴയ വണ്ടി കേട്ടോ, മോഡൽ ഏതാണെന്നൊന്നും അറിയില്ല. അവിടെ ബിൽഡിങ്സ് കണ്ടാൽ നമുക്ക് പറയുന്നത് വല്ല ഹോണ്ടഡ് പ്ലേസ് ആണെന്ന് തോന്നും. അങ്ങനെ ചില ബിൽഡിങ്സിന് മുകളിൽ കവറിങ് ഇല്ല, ചില ബിൽഡിങ്സ് കണ്ടോ ഇങ്ങനെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അവിടുത്തെ തടാകമാണ്. ഈ തടാകത്തിന് നടുവ് കൂടെ 2 ബ്രിഡ്ജ് ഉണ്ട്. അതായത് പ്രോമിസ് ബ്രിഡ്ജ് കാണിച്ചു തരാം എന്തായാലും. പിന്നെ കുറേ മരങ്ങളുണ്ട്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. നല്ല സെറ്റ് ദുബായ് ആണല്ലോ, ദുബായ് ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. അവർ ആ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും ഇത് ഇങ്ങോട്ട് വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഫ്രീ എൻട്രിയാണ്. പിന്നെ ഇവിടുത്തെ ഫുഡിനൊക്കെ പറഞ്ഞ് കേട്ടതാണേ, നമ്മൾ ഫുഡൊന്നും വാങ്ങാൻ നിന്നിട്ടില്ല. ഇവിടുന്ന് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ലാസ്റ്റ് എക്സിറ്റിൽ. ഇവിടെ മോസ്റ്റ്ലി എല്ലാവരും വരും, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കറങ്ങുക, ഫുഡ് വാങ്ങുക. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ ഞാൻ പറയാം എല്ലാം ഒരു പഴയ മോഡലിൽ, അതായത് ചിലതിന് റൂഫ് ഉണ്ടാവില്ല. ഇതൊക്കെ കാണുന്ന റെസ്റ്റോറൻറ്റ്സാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ റെസ്റ്റോറൻറ്റ്സ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആവും. ഒരു മനുഷ്യൻ്റെ കാലിൻ്റെ ഉള്ളിൽ കാല് മാത്രം ചെടി വളർത്തിയത്, ആ ഐഡിയ ഒക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇവരെ തടാകം നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. തടാകത്തിൽ എന്താ പറയുക, സ്വാനിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. അത് ഒറിജിനൽ സ്വാനല്ല, പക്ഷെ അതെല്ലാം ബ്യൂട്ടിഫുള്ളാണ്. എന്തായാലും ഇതാണ് പ്രോമിസ് ബ്രിഡ്ജ്. നിങ്ങൾ ചിലപ്പോൾ പല സിനിമാസിലും മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ബ്രിഡ്ജിൽ ഇങ്ങനെ അവർ ഒരു പെയേഴ്സ് ഒരു കീ വാങ്ങിച്ചിട്ട് അവരെ പേര് ആ കീയിൽ എഴുതിയിട്ട് അവിടെ ഫിറ്റ് ചെയ്യും, അവിടെ ലോക്ക് ചെയ്തിടും. അപ്പോൾ അതാണ് പ്രോമിസ് ബ്രിഡ്ജ്.
അപ്പോൾ എവിടെ നിന്നാണ് കീ വാങ്ങിയിട്ട് ആൾക്കാർ വെക്കണം എന്നുള്ളതും ചിലപ്പോൾ അത് കീ കൊണ്ടുവരുന്നതായിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ കീ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളെന്തായാലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രോമിസ് ബ്രിഡ്ജൊക്കെ നല്ല ആസ്വദിക്കാൻ പറ്റി. ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇവിടെ ഭയങ്കര തിരക്കാവും. ചിലപ്പോൾ ബ്രിഡ്ജിൽ നിൽക്കാനേ സ്ഥലം ഉണ്ടാവില്ല. ഇങ്ങനത്തെ ബ്രിഡ്ജ് ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുക. പിന്നെ ഇതിൻ്റെ ഈ എന്താ പറയുക, പ്രോമിസ് ബ്രിഡ്ജും ഈ ഇപ്പോൾ തടാകത്തിൻ്റെ ഒക്കെ ചുറ്റും ഫുള്ളും എന്താ പറയുക ഹോട്ടൽസാണ്. പിന്നെ ഇപ്പോൾ ഉച്ചയായ കാരണം ഹോട്ടൽസിൻ്റെ ഉള്ളിലിരുന്നിട്ടൊക്കെ ആൾക്കാർ പുറത്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. മേ ബി ഈവനിങ് ഒക്കെ ആയ പുറത്തിരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ പ്രോമിസ് ബ്രിഡ്ജിൻ്റെ നടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഡെക്ക് പോലെ നിന്നിട്ട് നമുക്ക് കാണാം. അതൊക്കെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കാണാൻ ഭംഗിയുള്ള ബിൽഡിങ്സോ കാര്യങ്ങളോ ഇല്ലാത്ത എന്നൊരു ഹോണ്ടഡ് പ്ലേസിൽ ബിൽഡിങ്സ് ഉള്ള പോലത്തെ ഒരു സ്ഥലം. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് വന്നാൽ എന്തായാലും ഒരു കാണേണ്ട സ്ഥലം തന്നെയാണ്. ഒരിക്കലും മിസ്സാക്കരുത്. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. നടുവിലൊരു ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ്സൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ അതൊക്കെ വേണമെങ്കിൽ രാത്രിയാവും ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാം. ആക്ച്വലി കുറേ പ്രാവശ്യം മിറാക്കിൾ ഗാർഡൻ്റെ അത് കൂടി മുന്നിൽ കൂടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ കുറേ വീഡിയോസ് കണ്ടിട്ടുള്ളതാണ് മനസ്സിലായത് ഇവിടെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടും ഭംഗിയായിട്ടും സ്ഥലങ്ങളുണ്ട് എന്നുള്ളത്. കണ്ടോ, വാട്ടർ ഫൗണ്ടനിൽ വെള്ളം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ലൈറ്റ്സ് ഓൺ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാവും. നല്ല തിരക്കും ഉണ്ടാവും കേട്ടോ. ഓൾറെഡി ഞങ്ങളിവിടെ തിരിച്ച് പോകുമ്പോൾ തന്നെ വണ്ടി പോണ വഴിക്ക് തിരക്കുണ്ടാകും. ഇവിടുന്ന് വന്ന വണ്ടിയിൽ തിരിച്ചു പോകാനൊക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ നോർമലി കാണുന്ന ഇൻ്റർനാഷണൽ ഫുഡ്സ് ലൈക്ക് പിസ്സ, KFC അങ്ങനത്തെ ബ്രാൻഡ്സ് അല്ല. ഇത് ഓരോ ട്രക്ക് ടൈപ്പാണ് ഫുഡ്സാണുള്ളത്. ട്രക്കിൻ്റെ ഉള്ളിൽ ട്രക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഈ കാണുന്നതൊക്കെ അതിൻ്റെ ചുമരത്തെ ആർട്ട് വർക്കാണ്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് നമ്മളിപ്പോൾ കാണുമ്പോൾ ഇതിൻ്റെ ഒരു വഴി കൂടെ പോകുന്നത് ഈ വഴിയുടെ 2 സൈഡിലും ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് കണ്ടാൽ മനസ്സിലാവില്ല. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഈ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടാകവും തിരിങ്ങാട്ടൊക്കെ നല്ലത്. എനിക്ക് ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻസും ആ രീതികളും ഇല്ല. പഴയ മോഡൽ കണ്ടു കഴിഞ്ഞാൽ പഴയ സ്ഥലമാണെന്നൊക്കെ തോന്നും. പക്ഷെ അത് അങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വീണ്ടും അടുത്തൊരു ഫൗണ്ടനിലേക്ക് എത്തുകയാണ്. ആ ഫൗണ്ടൻ്റെ അടുത്തും ഒരു പ്രോമിസ് ബ്രിഡ്ജ് ഉണ്ട്. സംഭവം എന്തായാലും സൂപ്പറാണ്. എന്തായാലും കുറേ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഇവിടെ ഇരിക്കാനുള്ള കുറേ സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും എങ്ങനെയായാലും നല്ല ഫോട്ടോഗ്രാഫ്സും വീഡിയോഗ്രാഫ്സൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പറ്റിയൊരു എക്സാക്റ്റ് ലൊക്കേഷനാണ്. രാത്രിത്തെ വ്യൂ എങ്ങനെയെന്നുള്ളത് ആസ്വദിച്ച് തന്നെ നമ്മൾ അറിയണം, എന്നാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കേണ്ട, വെറുതെ കാഴ്ചക്കാരായിട്ട് വരാം, ഫുഡ് കഴിക്കാൻ വേണമെങ്കിൽ വരാം. അത്യാവശ്യം എന്തായാലും ഈ ഏരിയയിൽ ഫുഡ് എക്സ്പെൻസീവ് ആവും. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, കാണുന്നില്ലേ? അത് വേറെ ഒരു പ്രോമിസ് ബ്രിഡ്ജാണ്. അപ്പോൾ അങ്ങനെ എല്ലാം നടന്ന് കണ്ട് ഒരു 6 മണിക്കൊക്കെ എത്തിയാൽ ചൂടുണ്ടാവും എന്തായാലും, എന്നാലും ഓക്കെ ആവും. ഈ ഇതൊക്കെ കണ്ടില്ല, ബിൽഡിങ്സിൻ്റെ മുകളിലൊന്നും എന്താ പറയുക ഇതില്ല, കവറിങ് ഇല്ല. ഗ്രീൻ ഡെക്ക് എന്നാണ് ഈ ഏരിയയ്ക്ക് പറയുന്ന പേര്, ഗ്രീൻ ഡെക്ക്. അവിടെ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ചെറിയൊരു തണുപ്പും കാര്യങ്ങളും. ഇതിൻ്റെ മുകളിലൊക്കെ ചെറിയ കിളികൾ കൂട് പൊട്ടിയ പോലെ അതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തടാകത്തിൽ നിറച്ച് മീനുകളുണ്ട് കേട്ടോ. ചെറിയ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്വാനൊന്നും ഒറിജിനൽ അല്ല, അതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ആ നടക്കുന്ന ഏരിയയിലൊക്കെ എത്ര മീറ്റർ നടന്നു എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്ര മീറ്റർ നമുക്ക് നടന്നു. ജസ്റ്റ് വാക്കിങ്ങിന് വേണമെങ്കിൽ അങ്ങനെയും വരാം, എൻജോയ് ചെയ്യാൻ അങ്ങനെയും വരാം. പിന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഓരോ രൂപങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കൗതുകമായിട്ട് കുട്ടികൾക്ക് ഇതൊക്കെ നോക്കി നിൽക്കാം. ഈ എന്താ പറയുക ഇതില്ലേ, ബീഫ് സ്റ്റേക്ക് റെസ്റ്റോറൻറ്റ്സ്, സൂഷി, അങ്ങനെ പലതരത്തിൽ ചൈനീസ്, അറബിക്സ്, അങ്ങനെ എല്ലാത്തരം ഫുഡും ഇവിടെ ത്തിൻ്റെ റെസ്റ്റോറൻറ്റ്സുകൾ ഇവിടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള പാച്ചി സ്വീറ്റ്സ് അങ്ങനെ അതൊക്കെ ഉണ്ട്. തടാകത്തിൽ മീനുകൾ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, നല്ല മീനുകളുണ്ട്. കുഞ്ഞു മീനുകളാണ്, വലുത് ഞാൻ കണ്ടിട്ടില്ല. ഈ പ്രായത്തിലുള്ള മീനുകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതും അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ്റെ മോഡൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടോയ്ലറ്റും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലോണം പാർക്കിംഗ് ഉണ്ട്. സോ പാർക്കിംഗ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇവരെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ സ്ഥലത്തൊക്കെ ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. സൂപ്പറായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് ഈ സ്ഥലങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരും. അവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്ക് പറ്റിയത്, അതും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ ഐസ്ക്രീംസും കാര്യങ്ങളിലൊക്കെ ചെറിയ ഷോപ്സ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.